മറ്റ് ഏരിയ നേതാക്കന്മാർ എം.ആർ. നാസർ, ഹംസ, ഇസ്മായിൽ പേരിഞ്ച തുടങ്ങി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഇവിടെ ഒരു പ്രസംഗിക്കാനുള്ള ആളുകളുടെ ഒരു നിര തന്നെയുണ്ട്. എങ്കിലും പ്രസിഡന്റ് പറഞ്ഞത് കുറച്ചൊക്കെ സമയമെടുക്കാം. കാരണം ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഏരിയകളിൽ നിന്നും, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ. കളികളും മറ്റ് IPL കളി നടക്കുന്നത് കൊണ്ടാണ് കുറച്ച് ആളുകളോട് എനിക്ക് തോന്നുന്നത് ഇനിയും അല്ലെങ്കിൽ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഞങ്ങളെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ ആദ്യമായി പറയുന്നത് അതാണ്. കാരണം KMCC അഥവാ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന എന്ന നിലക്ക് ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണെന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം UPA-യും അതുപോലെ UDF-ഉം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഭരണമാണെന്ന് കാഴ്ചവെക്കുന്നത്. അതിന്റെ പ്രതിധ്വനിയാണ് ഇന്ന് കേരളത്തിൽ. നേരത്തെ ജനറൽ സെക്രട്ടറി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അതിലേക്ക് സൂചനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വാഗത ഭാഷണം ഇവിടെ അവസാനിപ്പിച്ചത്. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നിൽ തന്നെയുള്ള ബഹുമാന്യനായ ഞങ്ങളുടെയൊക്കെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്ന് ചോദിച്ചപ്പോൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചത്, നിങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾ മുൻനിർത്തി, UDF ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കുള്ള ആർജവം ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാണ് UDF-ന്റെ സമുന്നതരായ നേതാക്കൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇന്ന് നമുക്കറിയാം നാട്ടിൽ നടക്കുന്ന പ്രാദേശികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ. ഓരോ റോഡുകളിലൂടെ മലപ്പുറത്ത് കൂടെ അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളിൽ, എനിക്ക് തോന്നുന്നത് തെക്ക് ഭാഗത്തുമൊക്കെ ഇപ്പോൾ റോഡുകൾ എല്ലാ ഭാഗത്തും, എറണാകുളത്തുള്ള മിനിസ്റ്ററാണ്, കാരണം അദ്ദേഹമാണ് എല്ലാ ഭാഗത്തേക്കും ഏകദേശം കേരളത്തിന്റെ മധ്യത്തിൽ നിന്നത് കൊണ്ട് തന്നെ തെക്കും വടക്കും ഒരുപോലെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന് കേരളം ആ റോഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പുരോഗതിയുടെ ഒരു ഭാഗം ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരു രാജ്യത്തിന്റെ, ഒരു കമ്പനിയുടെ, ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു മാറ്റം വരുത്തുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അദ്ദേഹം നല്ല ഒരു മാറ്റമാണ് അതിൽ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ മേഖലകളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട, നമുക്കറിയാം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ ഇത്രയധികം ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നമുക്കറിയാം സച്ചാർ കമ്മിറ്റിയുടെ രജീന്ദ്ര സച്ചാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നേരത്തെ SC/ST പെട്ട ആളുകൾക്കായിരുന്നു ആനുകൂല്യം ലഭിച്ചിരുന്നതെങ്കിൽ അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ പലതിലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സി വിഭാഗത്തിൽപ്പെട്ട സിഖുകാർക്കും പാഴ്സിയിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടേതായ അതുപോലുള്ള അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് മാത്രമായി കേരളത്തിൽ തന്നെ 1000 ന്യൂനപക്ഷ പ്രൊമോട്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ പ്രൊമോട്ടർമാരെ 1000 പേരെ കേരളത്തിലേക്ക് നിയോഗിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളോട് കൂടിയിട്ടാണ്. അവർക്ക് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുകയാണ്. ഇന്ന് പഠിക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലകളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തിയുള്ള 20,000 രൂപ ഓരോ വർഷവും ഓരോ മാസത്തിലും കൊടുക്കുന്നതിന് സ്റ്റൈപ്പൻഡ് കൊടുക്കുകയാണ്. എഞ്ചിനീയറിംഗ്, MBBS പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യത്തോടു കൂടി പഠിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ്. ഇതൊക്കെ പറയുമ്പോൾ പറയും 300 രൂപയുള്ള ഗ്യാസിന്റെ പണം 1300 അല്ലെങ്കിൽ 500 800 എന്ന് കാലോചിതമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അഡ്വൈസറി ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ കാലക്കനുസൃതമായി ചില ഭാഗങ്ങളിൽ മാറ്റം വരുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് മറ്റുള്ളവർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തെ ഒന്നുകൂടി തുലനം ചെയ്തുകൊണ്ടാണ് നാം ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ ഭരണത്തിന് വിലയിരുത്തേണ്ടത്. കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് തീർത്തും എല്ലാറ്റിനെയും വിമർശിക്കുന്ന ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നേരെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ടോട്ടലി ഒരു ഫാഷിസത്തിലേക്ക് ഇന്ത്യ രാജ്യത്ത് നയിക്കാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ആണോ വരേണ്ടത്? അല്ല,
ആധികാരികമായി ഇന്ത്യ രാജ്യത്തിന് ബേസിക്കലി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ലോകരാജ്യങ്ങളുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തേക്ക് എത്തിക്കണമോ എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. എത്ര തരം കുപ്രചരണങ്ങളാണ് ജനങ്ങളുടെ ഇടയിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ട് UPA സർക്കാരിനെതിരിൽ അഴിച്ചുവിട്ടുകൊണ്ട് നരേന്ദ്രമോദിയും മറ്റും നടത്തുന്നത്. ഇന്ന് അവർ തന്നെ ഇരുട്ടിൽ തപ്പുകയാണ്. അവസാനം വളരെയധികം കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടാണ് ഇന്ന് ഗാന്ധിനഗർ തന്നെ അദ്വാനി സമ്മതിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചത്. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. സ്വന്തം ജസ്വന്ത് സിംഗിന് സീറ്റില്ല. അവരുടെ തന്നെ ഇരുട്ടിൽ തപ്പുന്ന BJP ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാലുള്ള അവസ്ഥ അതിലപ്പുറം വളരെ മോശമായിക്കൊണ്ട്. കാരണം ഏറ്റവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീചമായ പ്രവൃത്തി ചെയ്ത അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ ജീവിക്കുന്ന കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലും ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നാം എത്തിയിരിക്കുകയാണ്. കാരണം ആ സ്ത്രീ പറയുക CP ചന്ദ്രശേഖരന് ഇങ്ങനെ രൂപത്തിൽ നിഷ്ഠൂരമായി അലുകല ചെയ്തപ്പോൾ അതിനെതിരിൽ വളരെ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ഒരു അപ്പക്കഷ്ണത്തിന് വേണ്ടി, കാരണം എന്താണ് കൊടുത്തത്, തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കാമെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് സാധുവായിട്ടുള്ള അച്യുതാനന്ദ സ്വന്തം എല്ലാ അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ CP വളരെ വിശദമായിട്ട് പറയുമെന്നുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സംസാരത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. ഏതായാലും ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയും വളരെ ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയ സംവിധാനത്തിലൂടെയാണ് ഇടതുപക്ഷം ഇന്ന് കടന്നു പോകുന്നത്. അവർക്ക് തന്നെ അറിയില്ല. അവരെ സാധാരണ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് പറയാറുണ്ട്, ലിറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ പ്രസ് ചെയ്യൂല. കാരണം എന്താ അറിയോ, ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർക്ക് അറിയില്ലല്ലോ. കാരണം ഏത് നമ്പറാ പ്രസ് ചെയ്യുക, എല്ലാവരും ഇങ്ങനെ പ്രസ് ചെയ്യുന്ന വേറൊരു ആൾക്കാർ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോവും, അതിന്റെ അടുക്ക് എവിടെയെങ്കിലും ഇറങ്ങും കയറും. ഇങ്ങനെയുള്ള ഒരു സംവിധാനം എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളൊരു 10-20 ഫ്ലോറുള്ള ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അവർക്കറിയാം. ഇതാണ് ഞങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, അറിയാലോ. വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം വലിയ ജനങ്ങളുടെ ഇടയിലേക്ക്, എന്നിട്ട് അവർ കുറെ കോൺഗ്രസിന്റെ ചില സഖ്യകക്ഷികളുമായിട്ട് ഒന്ന് അടുത്ത് നോക്കി, അവിടെ കിട്ടിയില്ല. ചിലപ്പം കേരള കോൺഗ്രസിന്റെ അടുത്ത് ചെന്നു, അവിടെയും കിട്ടിയില്ല. ജനതാദളിന്റെ അടുത്ത് ചെന്നു, അവിടെയും ഇല്ല. കാരണം അവരൊക്കെ കൂട്ടുകൂടിയിട്ട് ഞങ്ങൾ ഒരു വെൽഫെയർ പാർട്ടി ഒന്നായിട്ട് ആ ഒരു കേരളത്തിന്റെ ആം ആദ്മി പാർട്ടി ആകാൻ വന്ന് പോയിട്ട് ഇവ കേരളത്തിന്റെ കാരണം നേരത്തെ ഭരണം നടത്തുമ്പോൾ ഒരു വാർഡ് മെമ്പറായി മത്സരിച്ച് സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും കിട്ടാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കി കേരളത്തെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഇത്രയൊക്കെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എങ്ങനെ സഹോദരന്മാര് രാഷ്ട്രീയത്തിലേക്ക് കയറാൻ പറ്റും? ഒരു പരിധിവരെ വളരെ തുച്ഛമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് ഒരുപക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ സാധിച്ചേക്കാം. അതിനും പക്ഷേ ഇത് നാട് നീളെ ഡൽഹിയിലൊക്കെ വലിയ വെപ്രാള അല്ലെങ്കിൽ വലിയ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി വലിയ ആവേശത്തിൽ വന്നു. പക്ഷേ അവർക്ക് എങ്ങനെ ഭരിക്കണം, എന്ത് ചെയ്യണം, എന്താണ് ജനങ്ങളുടെ ആവശ്യമെന്ന് മനസ്സിലാക്കാനോ അറിഞ്ഞ് പ്രവർത്തിക്കാനോ സാധിക്കാതെ അവർ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു രാഷ്ട്രീയ ശേഷമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നീട്ടിപ്പരത്തി സംസാരിക്കുകയല്ല. പക്ഷേ ന്യൂനപക്ഷ സമുദായം, വിശിഷ്ട മുസ്ലിം സമുദായത്തിന് ഇന്ന് നമുക്ക് കേരളത്തിൽ പോലും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മദ്രസ അധ്യാപകർക്ക് പോലും ലഭിച്ചിരുന്ന ഫണ്ട് 700 പേർക്ക് മാത്രമാണ് അവർ ചെലവാക്കിയതെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് UDFന്റെ ഭരണകാലത്ത് 10,000-ന് മേലെ ആളുകൾക്ക് വേണ്ടി അത് ചെലവാക്കാൻ സാധിച്ചത് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ഇന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നും പുരോഗമിക്കുന്നതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഈയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള ഭാഗങ്ങൾ അവരുടെ ഭരണഘടനയിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് അതേ ദിവസം തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഔക്കാഫ് മന്ത്രാലയം എന്നൊരു മന്ത്രാലയം തന്നെ, ഔക്കാഫിന്റെ ഒരു മന്ത്രാലയം സ്ഥാപിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം പള്ളികൾക്കും അതുപോലെ തന്നെ അവരുടെ മതസ്ഥാപനങ്ങൾക്കും ഒക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി ഒരു മന്ത്രാലയം തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഗവൺമെന്റാണ് ഇന്ത്യ ഗവൺമെന്റ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് വേണോ, അതോ ജനങ്ങളുടെ നരനാടയാട്ട് നടത്തുന്ന നമ്മുടെ നരേന്ദ്രമോദി ഗുജറാത്തിലെ ജനങ്ങള് എന്തിനേറെ പറയുന്ന ഒരു സഹോദരിയെ, ഗർഭിണിയായ സഹോദരിയെ അവരുടെ വയറ് കുത്തിക്കീറിക്കൊണ്ട് വയറ്റിലുള്ള കുഞ്ഞിനെ എടുത്ത് ശൂലത്തിൽ കുത്തി കയറ്റിക്കൊണ്ട് ജനങ്ങളിലേക്ക് വീരവാദം ഒഴുക്കിക്കൊണ്ട് ഒരു സമുദായത്തെ അറുകൊല ചെയ്യാൻ പോകുന്ന ഒരു വിഭാഗത്തെയാണോ വേണ്ടത്? മറിച്ച്
കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സംവിധാനം അല്ലെങ്കിൽ UPA ഗവൺമെന്റ് ആണോ വേണ്ടതെന്ന് നാം തീരുമാനിക്കേണ്ടതിന്. ഇവിടെ നമുക്കറിയാം ചന്ദനക്കുറിയും അതുപോലെ കുരിശുവും താടിയും തലപ്പാവുമുള്ള മുസ്ലിമാരും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു